വെക്കേഷൻ ആയിട്ട് എന്താ പരിപാടി? പാലക്കാട്ട് നിന്ന് തൃശ്ശൂർക്ക് ഒരു 1.5 മണിക്കൂർ സമയമുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെയുള്ള സൂലാണ് പോയത്. വെക്കേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത്യാവശ്യം തിരക്കുണ്ട്. അപ്പൊ ഒരു 10 മണി 10:15 ആകുമ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. 20 രൂപയാണ് ടിക്കറ്റ് ഫെയർ. വണ്ടികളെല്ലാം ഇതിന്റെ വെളിയിലുള്ള റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടാനുസരണം നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ടൈമിംഗ് ഒന്നും അങ്ങനെ അത്ര ഇല്ല കേട്ടോ. 20 രൂപ ഇത്ര സമയം നിൽക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. അതിന്റെ ഫ്രണ്ടിൽ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ട്. അതിന് ആവശ്യത്തിൽ കൂടെ ഹോട്ടൽ പോലെ റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ നിന്ന് ഫുൾ എല്ലാവരും ഐസ്ക്രീം മേടിക്കലും പിന്നെ വെളിയിൽ വഴിയോര കച്ചവടക്കാരിങ്ങനെ ഉപ്പിലിട്ടത് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഉള്ളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ കണ്ടത് ഇപ്പോ ഹിപ്പോപ്പൊട്ടാമസിനെയാണ്. അപ്പോ പുള്ളിക്കാരന്റെ കണ്ട് കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ പിന്നെയും കാണാൻ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അതെല്ലാം കണ്ടിട്ടാണ് ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല. അത്ര ആനിമൽസ് ഒന്നും അതിനകത്ത് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം വേറൊരു സ്ഥലം അക്യൂർ ചെയ്തിട്ട് അവിടത്തേക്ക് സൂ ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണെന്ന് കേട്ടു. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. പിന്നെ അതിനകത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന നല്ലൊരു പാർക്ക് തന്നെയാണ്. വെയിലൊന്നും നമുക്ക് അധികമായിട്ട് ഒട്ടും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടായിട്ട് പിള്ളേർക്ക് കളിക്കാൻ പറ്റും. അപ്പോ അത്യാവശ്യം പിള്ളേരെ കൊണ്ടുവന്നിട്ടുള്ളവർ എല്ലാവരും അതിനകത്ത് തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കടുവയും അതുപോലെ തന്നെ പുള്ളിപ്പുലിയും ലയണും അങ്ങനെ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആനിമൽസ് ഒക്കെ അതിനകത്തുണ്ട്. അപ്പൊ കടുവയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഭാഗ്യത്തിന് അത്യാവശ്യം നടക്കും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോ പുള്ളീനെയും കാണാൻ പറ്റി. അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അതിനെ പ്രൊവോക്ക് ചെയ്യലൊക്കെ ആയിരുന്നു ചെറിയ കുഞ്ഞു പിള്ളേരുടെയൊക്കെ പണി. അപ്പോ അങ്ങനെയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ലയണിന്റെ ഒരു ഡാൻസ് ആയിരുന്നു. അപ്പൊ അതില് ഇത് പുള്ളിപ്പുലിയാണ്. അപ്പൊ പുള്ളി പ്രഗ്നന്റ് ആണോ എന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഇങ്ങനെ നടന്നു വരുന്നതൊക്കെ വളരെ മെല്ലെയാണ് വന്നത്. അപ്പൊ ഞങ്ങൾ അതൊക്കെ ആ കാഴ്ചകളൊക്കെ കണ്ടു. അതായത് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ടുപോയാലാണ് വർത്തായിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് മാറുക കേട്ടോ. അല്ലാതെ നമ്മൾ മാത്രം പോവുകയാണെങ്കിൽ നമുക്ക് അത്ര കാണാനുള്ള ആനിമൽസ് ഒന്നും ഇല്ല. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വന്നത് ശോഭ സിറ്റി മോളിലാണ്. ശോഭ സിറ്റി മോളില് നമുക്ക് ഇപ്പൊ ഒരു ഓൾറെഡി അവിടെ പ്ലേ ഏരിയ ഉണ്ട്. പക്ഷെ ആ പ്ലേ ഏരിയ എനിക്ക് അത്ര തോന്നിയിട്ടില്ല. അതായത് മോൾക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല ആ പ്ലേ ഏരിയയിൽ കളിക്കാൻ. ഇപ്പൊ പുതുതായിട്ട് സിം ആൻഡ് സാൻ എന്ന് പറയുന്ന ഒരു പ്ലേ ഏരിയ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെയും പോയിട്ട് ഞങ്ങൾ കുറച്ചു നേരം കളിച്ചു. അത് കുറച്ചുകൂടെ വേർത്തായിരുന്നു. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോ ഇപ്പൊ ഒരു 2 വയസ്സിന് താഴെയുള്ളവർക്കാണെങ്കിൽ മണിക്കൂറിന് 350 രൂപയും, അതേപോലെ 2 വയസ്സിന് മുകളിലുള്ളവർക്കാണെങ്കിൽ മണിക്കൂറിന് 500 രൂപയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ മണിക്കൂറിന് 500 രൂപ എന്ന് കേൾക്കുമ്പോൾ കുറെ പാരന്റ്സ് ഒക്കെ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ പിള്ളേരല്ലേ വാശി പിടിച്ച് ഉറപ്പായിട്ടും നമ്മളെ അതിനുള്ളിലോട്ട് ഇറക്കിപ്പിക്കും എന്ന് അറിയാലോ. അപ്പൊ മോള് പിന്നെ കണ്ടപ്പോ ഞങ്ങളും വിചാരിച്ചു കുഴപ്പമില്ല, നമുക്ക് ഇനി നെക്സ്റ്റ് ടൈം തൃശ്ശൂര് വരുമ്പോഴല്ലേ ഇത് നമുക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ അത് കളിച്ചു. നല്ല വേർത്തി ആയിരുന്നു കേട്ടോ. ഈ ഒരു പ്ലേ ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം കളിക്കാനൊക്കെ ഉണ്ട്. പിള്ളേർ എക്സൈറ്റഡ് ആവും അൾട്ടിമേറ്റ്ലി. പക്ഷെ അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പുകളൊന്നും തന്നെ ഇല്ല. ഇത്രയും കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ തന്നെ ഫുഡ് കോർട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അവിടെ കുറെ ഭക്ഷണം ട്രൈ ചെയ്തു. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ഓരോ യാത്രയും വളരെ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അത് ഡെസ്റ്റിനേഷൻ എന്താണ്, ഒരു കടയ്ക്ക് പോവുകയാണെങ്കിൽ പോലും അതെന്താണെന്ന് ഞങ്ങൾ നോക്കാറില്ല. പോകുന്ന യാത്രയിൽ തന്നെ വളരെ എക്സൈറ്റ്മെന്റും എൻജോയ്മെന്റും പാട്ടും ഡാൻസും ഒക്കെ ആയിരിക്കും. സോ അത്തരത്തിലാണ് ഞങ്ങൾ എല്ലാ യാത്രയും ചെയ്യാറുള്ളത്. അപ്പൊ ആ യാത്രയും കഴിഞ്ഞ് ഞങ്ങള് വൈൻഡപ്പ് ചെയ്തു. അന്നത്തെ തൃശ്ശൂർ യാത്ര എന്ന് പറയുന്നത് ഒരു ദിവസം ആക്ടിവിറ്റി നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 4-4:30 ആയി നമ്മൾ വീടെത്തുമ്പോ. അപ്പോ അത്രയേ ഉള്ളൂ.